السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ രാവിലേക്ക് കടന്നു വന്നു. ഈ മനോഹരമായ പരിശുദ്ധമായ നേരത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരിശുകളൊക്കെ കിട്ടാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം, പ്രയാസങ്ങളൊക്കെ മാറണം, സന്തോഷം ഉണ്ടാകണം, റാഹത്തുണ്ടാകണം, ആഫിയത്ത് ഉണ്ടാകണം. ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, ഓതേണ്ടത്? അതാണ് നമ്മൾ നോട്ട് ചെയ്തിട്ട് ഓതാൻ പോകുന്നത്. എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ ഈ അൻവാർ ഫസലിന്റെ കുടുംബത്തിൽ ഒരുപാട് സഹോദര സഹോദരിമാര് നമ്മുടെ വൈകിട്ടുണ്ടാകുന്ന നമ്മുടെ പ്രോഗ്രാമിൽ, അതായത് നമ്മുടെ മജ്‌ലിസിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ചില ആളുകൾ അതിന്റെ ഗൗരവം, നന്മയുടെ മഹത്വം മനസ്സിലാകാതെ മാറി നിൽക്കുന്നതുമായി തോന്നുന്നു. നമുക്ക് ഒരാളും മാറി നിൽക്കരുത്. കാരണം ഇന്നത്തെ നാവ് കിട്ടിയാൽ ഇനി തുടർന്നുള്ള പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ രാവുകൾ നമുക്ക് കിട്ടിയാൽ വല്ലാത്ത ലാഭമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ രാവിനെ കുറിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ മഹത്വമാണ്. ആലോചിച്ച് നോക്കി, ഇന്ന് പഠിച്ചോനെ ഞാൻ ഉറങ്ങൂല എന്ന് തീരുമാനിച്ചു ഈ രാവിന്റെ മഹത്വം കേട്ടാൽ. അത്രയേറെ പോരിശയും മഹത്വമാണ്. ഈ മഹത്വങ്ങളൊക്കെ കിട്ടാൻ പ്രിയപ്പെട്ടവരെ എന്താ ചൊല്ലേണ്ടത്, എന്താ ഓതേണ്ടത്? നമുക്കൊന്ന് ഓതി തുടങ്ങാം. എൻ്റെ കൂടെ എല്ലാവരും ഓതുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനലിൽ എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടെ നമുക്ക് മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ എല്ലാവരെയും ചേർക്കണം. എല്ലാവർക്കും നമ്മുടെ ചാനൽ, നമ്മുടെ പരിപാടി, പ്രോഗ്രാം എത്തിച്ചു കൊടുക്കണം. അതൊക്കെ ഒരു നന്മയാണ്. പിന്നെ ഇതിന് കമന്റിൽ സന്തോഷത്തോടെ ദ്വാരക്കാൻ പറയാ പരസ്പരം. അതെല്ലാം വലിയ പുണ്യമാണ്. എല്ലാ ദുആ ചെയ്യാൻ പറയുന്നവരും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുമല്ലോ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി ഈ മാസത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ദുആ, ഈ ഒരു മാസക്കാലം മുഴുവൻ ബറക്കത്ത് കിട്ടാൻ, സലാമത്ത് കിട്ടാൻ വേണ്ടിയുള്ള ദുആ നമുക്കൊന്ന് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير آمنت بالله الذي خلقك آمنت بالله الذي خلقك آمنت بالله الذي خلقك الحمد لله الذي ذهب بشهر ذي القعدة وجاء بشهر ذي الحجة അൽഹംദുലില്ലാ തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് അഫ്ളലു ദിക്റാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജയിൽ സജീവമായിട്ട് ഉണ്ടാകണമെന്ന് പുണ്യനബി പറഞ്ഞ ദിക്റാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, മൂസാ നബിയെ, എന്ത് ചോദിച്ചാലും ഇജാബത്ത് വേണോ? എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം വേണോ? എന്നാൽ സന്തോഷത്തോടെ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞ പരിശുദ്ധ ദിക്ർ, അതാണ് അഫ്ളലു ദിക്ർ. നമുക്ക് ഓതാം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു വൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായി സ്വർഗത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുവന്ന നിധി, കൻസു മിൻ കുനൂസിൽ ജന്ന. ഈ ലോകത്തുള്ള എല്ലാ വിഷമങ്ങളും മാറണോ? ശാരീരിക വേദനകൾ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങൾ, ഇതൊക്കെ മാറണോ? സന്തോഷവും റാഹത്തും വേണോ? അതോടൊപ്പം സ്വർഗത്തിൽ മെമ്പർഷിപ്പ് വേണോ? സ്വർഗാവകാശിയാകണോ? നന്മകൾ ഭാരം കൂടണോ? തെറ്റുകൾ പൊറുക്കപ്പെടണോ? നമ്പർ 1 വണ്ടർഫുള്ളായ പ്രഗത്ഭമായ പരിശുദ്ധമായ തസ്ബീഹാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം ഈ തസ്ബീഹിനാണ്. ഈ തസ്ബീഹ് തന്നെ ഖുർആനിന്റെ അംശവുമാണ്. പ്രത്യേകിച്ച് ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ്സിലുള്ള സഹോദരിമാർക്ക് ഇന്നത്തെ രാവിൽ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ദിക്റാണ്, തസ്ബീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യ ദിനരാത്രങ്ങളിൽ നിങ്ങൾ സജീവമാക്കണമെന്ന് പറഞ്ഞ തസ്ബീഹാണ്.
നമുക്കൊന്ന് ചൊല്ലാം, എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി മഹാന്മാരായ ഉലമാ ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ സജീവമാക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത്. അതേതാ? സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. പോലീസ് പറയണ്ടല്ലോ, ഒരു വട്ടം ഓതിയാൽ അള്ളാഹു 50 കൊല്ലത്തെ പാപം പൊറുക്കുന്ന സൂറത്താ. ഒരു വട്ടം ഞാൻ ഇവിടെ ഇരുന്ന് ഓതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന്, സ്ഥാപനത്തിലിരുന്ന്, നിങ്ങളുടെ നാട്ടിലിരുന്ന്, വിദേശത്ത്, സ്വദേശത്ത് എവിടെ ഇരുന്ന് ഓതിയാലും ഒരു വട്ടം ഓതുമ്പോഴേക്കും മലക്കുകൾ കയറി വന്ന് സുജൂദ് ചെയ്യുമെന്ന് കിതാബിൽ കാണാം. അത്രയേറെ ബെനിഫിറ്റ് ഉള്ള പവറുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. വിട്ടുകളെ ഒരു നിർവാഹമില്ല. 200 വട്ടം ഓതണമെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. ബർക്കത്തിന് വേണ്ടി അതും നമുക്ക് കുറച്ച് ഓതാം. റാഹത്തായിട്ട് എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ സജീവമായിട്ട് സൂറത്ത് ആലു ഇമ്രാനിന്റെ പരിശുദ്ധമായ 2 ആയത്തുകൾ 96, 97 നമുക്കൊക്കെ പരിചയമുണ്ട്, ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ 2 ആയത്തുകൾ പാരായണം ചെയ്യാൻ മുടങ്ങാതെ, എന്നിട്ട് ആ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹിനോട് ദുആരക്കെ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഇതിൽ പറയുന്ന ഹജ്ജ് അത് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ഹജ്ജ്, ഉംറ, അതേപോലെ തന്നെ പരിശുദ്ധമായ കഅബയുടെ തിരുമുറ്റം ഞങ്ങൾക്ക് എത്തണം പടച്ചോനെ. മരണത്തിന് മുമ്പ് ഞങ്ങൾക്ക് എത്തണം. എത്തിയവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ തൗഫീഖ് നൽകണം എന്ന റാഹത്തായിട്ട് ദുആരുന്നാൽ ഭാഗ്യമുണ്ടാവുന്ന ഉസ്താദുമാർ പറയുന്നുണ്ട്. വലിയ പോരിശുള്ള ആയത്താണല്ലോ, സൂറത്താണല്ലോ. ആ 2 ആയത്തുകൾ നമുക്കൊന്ന് ഓതാം. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 നോമ്പുകൾ. 10 നോമ്പെന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 വരെയുള്ള നോമ്പ്. 10ാമത്തെ ദിവസം പെരുന്നാളാണല്ലോ. അറഫാ ദിനം വരെയുള്ള നോമ്പ് വലിയ സുന്നത്തുള്ളതാണ്, ശക്തമായ സുന്നത്താണ്. ഒരു നോമ്പിന് 365 നോമ്പിന്റെ കൂലിയാണ്. ആലോചിച്ച് നോക്കി. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് പോരിശ ഒട്ടും കുറയാതെ കിട്ടാൻ വേണ്ടി ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഖളാ വീട്ടുന്ന മഹാന്മാരുണ്ടായിരുന്നു. കിതാബിലൊക്കെ കാണാം. എത്ര പവറാ.
ദുൽഹിജ്ജയുടെ ആദ്യത്തെ സുന്നത്ത് എടുത്താൽ, ഫസ്റ്റ് സുന്നത്ത് എടുത്താൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ വലിയ ദർജ കിട്ടും, വലിയ ദർജ കിട്ടും. അത്ര വലിയ കൂലിയുണ്ട്. തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കും, അത്രേ വലിയ കൂലിയല്ലേ. അതിനുവേണ്ടി നമ്മൾ നോമ്പാരാവുക. അപ്പൊ നാളത്തെ നോമ്പ്, അല്ലാഹുവേ നാളത്തെ ദുൽഹിജ്ജ 1 സുന്നത്ത് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അല്ലാ, എന്റെ കൂടെ ഒന്ന് കരുതിയ, നോമ്പ് പിടിക്കുന്നവർ കരുതിയാൽ നോമ്പിന്റെ കൂലിയായി, നോമ്പ് പിടിക്കാനുള്ള നിയ്യത്തായി. എന്താ ഫർദ് നോമ്പ് ഖളാ വീട്ടാനുള്ളവർ ആ നിയ്യത്താദ്യം വെക്കാം. അല്ലാഹു എന്റെ റമദാനിന്റെ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് നാളെ ഞാൻ ഖളാ വീട്ടാൻ കരുതിയിരിക്കുന്നു. അതോടൊപ്പം അല്ലാഹുവേ ദുൽഹിജ്ജ 1 സുന്നത്ത് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു. അതോടൊപ്പം നാളെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു. എന്റെ കൂടെ കരുതിയാൽ അൽഹംദുലില്ലാഹ് ഈ 3 കൂലി കൂടെ കിട്ടും. അത് ബന്ധപ്പെട്ടവർ കൃത്യമായിട്ട് ഓർത്ത് അത് കരുതണം. അതുമായി ബന്ധപ്പെടണം. അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മഹാന്മാരായ ഉലമാക്കൾ 10 വട്ടം ഓതണം എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ ദിക്ർ പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി ഒരുപാട് ഖൈറുകൾ, ബറക്കത്തുകൾ നമുക്ക് കിട്ടും. സന്തോഷം കിട്ടാൻ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 സജീവമാകണമെന്ന് കിതാബിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രഗത്ഭം. ഇതൊന്നും എൻ്റെ വക, നമ്മുടെ വകയായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഉലമാക്കൾ പ്രസന്റ് ചെയ്തിട്ടുള്ള ഹദീസിന്റെ കിതാബിന്റെ ശകലങ്ങളിൽ കാണുന്ന ദിക്റുകളൊക്കെയാണ് നമ്മൾ ദ്വാരക്കുന്നത്. ഏതോ എവിടെന്നോ ഒരു അടിസ്ഥാനവുമില്ലാത്ത, അസുരില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടച്ചാക്ഷേപിക്കലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റൂല. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാകാം. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, റാഹത്തായി വിശ്വസ്തയോടുകൂടെ നമുക്ക് കൂടെ ചൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മജ്ലിസ് നമ്മൾ പ്രിയപ്പെട്ടവരെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് നമുക്ക് ചൊല്ലാം. ഈ ദിക്ർ വലിയ പോലീസ് കിട്ടും. ആ പോലീസ് കിട്ടാൻ വേണ്ടി നമുക്ക് ചൊല്ലേണ്ട ദിക്ർ നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു അദദദ്ദുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ, لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خير مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خير مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور. الحمد لله تقبل الله. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, പോരിശാക്കപ്പെട്ട ഈ രാവിൽ നന്മ ചെയ്താൽ, ആ അമൽ ചെയ്താൽ സ്വീകരിക്കുന്ന ഉറപ്പാ. തള്ളപ്പെടുന്ന വിഷയമല്ല. ഏത് അമൽ ചെയ്താലും സ്വീകരിക്കോ തള്ളപ്പെടുമോ സംശയമാണ്, ശക്കാണ്. ഇത് ഉറപ്പാണ്, യഖീനാണ്. ഏതാ? അസ്സലാത്തു അല നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്താണ്. വിഷമങ്ങൾ തീരും, കടങ്ങൾ മാറും, എന്ത് പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ മാറി ജീവിച്ചിരിക്കുന്നവർക്ക്, കബറി കിടക്കുന്നവർക്കും പെരുന്നാളാവും സ്വലാത്തുണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും പോരിശയാക്കപ്പെട്ട സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്വലാത്തുകൾ എമ്പാടും നമുക്കുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രസന്റ് ചെയ്ത സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, വലിയ പവറുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിൽ എല്ലാ ഗുണങ്ങളും ഹദീത്തിൽ വന്നത് ചേർന്ന് കിട്ടാൻ വേണ്ടി മനോഹരമായി നമ്മൾ ചൊല്ലുന്ന, സാധാരണ നമ്മുടെ സ്പെഷ്യലായി നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് നമുക്ക് ബറക്കത്തിന് വേണ്ടി കുറച്ച് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആയിലേക്ക് കടക്കാണ്.
നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 2 സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൽ മുൽക്ക്. ഇന്നത്തെ രാവിലെ സുന്നത്തായ സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതുന്നു എന്ന് നിയ്യത്ത് വെക്കണം. അതോടൊപ്പം സൂറത്തുൽ ഫജ്ർ പോലീസ് കിട്ടാൻ വേണ്ടി ഹദീസിൽ വന്നിട്ടുള്ള സൂറത്തുൽ ഫജ്ർ ഞാൻ ഓതുന്നു എന്നുള്ള നിയ്യത്തിൽ, നല്ല നിയ്യത്തോടെ അതും ഒരു വട്ടം ഓതണം. നമ്മൾ ഇതിനകത്ത് ഓതാത്ത ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഖുർആൻ ഓതാൻ പറ്റുന്നവരൊക്കെ മുസ്ഹഫ് തുറന്നിട്ട് തെറ്റുകൂടാതെ ഓതണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പോലീസ് പറഞ്ഞറിയിക്കാൻ പറ്റൂല. വിജയം ഉറപ്പാണ്. സന്തോഷം ഉണ്ടാകും, ബറക്കത്തുണ്ടാകും. അത് ഓർമ്മ വേണം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ഫാത്തിഹ, നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഉസ്താദുമാര്, മശായിഖന്മാര്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ എമ്പാടുണ്ട്. നമ്മുടെ അൻവാറെ ഫജറിന്റെ ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന, വർഷങ്ങളായി പങ്കെടുക്കുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നിയ്യത്ത് വെക്കണം. അതോടൊപ്പം നമ്മൾ ഈ പരിശുദ്ധ രാവിൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹീങ്ങളെയും നിയ്യത്ത് വെക്കാം. എല്ലാ ആ നിയ്യത്തോടെ ഒരു ഫാത്തിഹ എല്ലാവരും കൽബ് നിറച്ച് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. തഖബ്ബൽ അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഒരു ഫാത്തിഹ ഓതിയത് എത്ര ഫാത്തിഹയുടെ കൂലിയാ കയറുന്നറിയോ? നമ്മുടെ വലത്തേ തോളിന്റെ റിക്കാർഡിൽ 700 ഫാത്തിഹയുടെ കൂലിയാണ്. പുണ്യ റസൂൽ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ കാണുന്നതാണ്. അത്ര പവറാ, വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ രാവിലെ ഇജാബത്ത് ഉറപ്പാണ്. അള്ളാഹു ഒരുപാട് സൗഭാഗ്യം തരും ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ എല്ലാ മജ്‌ലിസുകളിലും സന്തോഷത്തോടെ നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. ഒരു അരമണിക്കൂർ നമ്മൾ ഇതിന്റെ മുന്നിൽ ഇരുന്നാൽ ഈമാനികമായ ഒരു മോട്ടിവേഷൻ, ഒരു ചാർജിങ് അത് കയറും. അത് വലിയ വിജയമാണ്. സന്തോഷത്തോടെ ഒരുപാട് പേര് ഒരുപാട് നാടുകളിൽ മഴക്കെടുതിയാണ്. വീടുകൾ നഷ്ടപ്പെട്ടു, റോഡുകൾ തകരാറിലായി, കരണ്ടുകൾ ഇല്ലാതെയായി പോയി, കൃഷികൾ പ്രയാസപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, മഴ അല്ലാഹുവിന്റെ നിഅമത്താണ്. അതൊരിക്കലും അദാബാകാൻ പാടില്ല. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ മഴ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തി തരണേ നമ്മൾ ദുആരക്കണം. എങ്ങനെ? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഴയാക്കി മഴയെ തരണേ പടച്ചോനെ, ഉപദ്രവാക്കല്ലേ അല്ലാഹ്. അതേപോലെ ഫലസ്തീനിന്റെ മണ്ണിൽ അറിയാലോ, പട്ടിണി കിടന്ന് തകരുകയാണ് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പിഞ്ചുമക്കൾ. അമ്മിഞ്ഞ പാൽ കൊടുക്കാൻ പാൽ വറ്റിപ്പോയ പാവപ്പെട്ട ഉമ്മമാർ കിടന്ന് കരയുകയാണ്. അവരെയും ദുആയിൽ നമുക്ക് ഓർക്കാതെ പറ്റൂല. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന നമ്മുടെ ചാനൽ, പുതിയൊരു ചാനൽ വന്നപ്പോൾ അതിനെ നെഞ്ചോട് പെട്ടെന്ന് സ്വീകരിച്ച, അത് മറ്റുള്ളവർക്ക് ഓടി നടന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. മുനിങ്ങൾ, ഉമ്മമാര്. അല്ലാഹു എല്ലാവർക്കും വിജയം തരട്ടെ. സന്തോഷത്തോടെ എല്ലാവരും കൽബ് നിറച്ച് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ്
الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ, എല്ലാറ്റിൻ്റെയും മിഥില സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, ഖൈറുൽ മസലാഹിന്റെ ആളുകൾ, ഈ മാസത്തിൽ മരണപ്പെട്ടു പോയ സകലമാന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പടച്ചവരേ, ഞങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ കഫാക് മീഡിയയിൽ, ഈ പരിശുദ്ധമായ കഫാക് ഇസ്ലാമിക് ചാനലിൽ ചേർന്നിട്ടുള്ള മുഴുവൻ പേര്, ഞങ്ങളുടെ മരിച്ചുപോയ കന്നവന്മാര്, എല്ലാവർക്കും ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹുവേ. നീ ഞങ്ങളെ കൈയൊഴിഞ്ഞു കളഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് പോകാൻ ഇടമില്ല അല്ലാഹ്. ഒരുപാട് തെറ്റ് ചെയ്തു പോയ സാധുക്കളാണ് ഞങ്ങള്. ആ തെറ്റുകൾ ഖബറിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാഹ്. നാളെ മഹ്ശറിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാഹ്. നിന്റെ വിചാരണ കാണാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. നീ അഫുവും ആഫിയത്തും തരണേ അല്ലാഹ്. ഫിദ്ദുനിയാ വൽ ആഖിറ ആഫിയത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, രോഗികൾ ഒരുപാട് പേരുണ്ട് റബ്ബേ. കയ്യിന് പാടില്ലാത്തവര്, കാലിന് അസുഖമുള്ളവര്, നടുവിന് വേദനയുള്ളവര്, ശരീരത്തിന് രോഗമുള്ളവര്, പടച്ചവനെ, മാനസികമായി തകർന്നവര്, സാമ്പത്തികമായി കുടുങ്ങിപ്പോയവര്, കടമുള്ളവര്, അല്ലാഹുവേ, യാ നാസിർ യാ അല്ലാഹ്, യാ നാസിർ യാ അല്ലാഹ്, യാ നാസിർ യാ അല്ലാഹ്, ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ രാവിൽ, പടച്ചവരെ, ആദ്യത്തെ ദിനരാത്രങ്ങളിൽ പ്രത്യേക ഇജാബത്തുണ്ടല്ലോ അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ഖിദ്മത്ത് ഏറ്റെടുത്തിട്ടുള്ള അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ മസ്ജിദും അതിന്റെ മഹല്ലത്തുകാരും അതിന്റെ ജമാഅത്തിന്റെ ഖാദിമീങ്ങളും അതിന്റെ വേണ്ടപ്പെട്ടവരും റബ്ബേ ബറക്കത്തിലാക്കണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളോടുള്ള മഹബത്ത് മുറിഞ്ഞു പോകാത്ത ഈമാനികമായ ബന്ധമുള്ള ഒരുപാട് ഉപ്പമാരുണ്ട് റബ്ബേ. അവിടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. വിഷമങ്ങൾ, രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞവരും, പടച്ചവരെ, ഞങ്ങളുടെ പുതിയൊരു ചാനൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോ ഓടി വന്നതിൽ പങ്കാളിയായി മനസ്സുകൊണ്ട് ഏറ്റെടുത്തവര്, കമന്റ് നിറച്ച് സന്തോഷം പറയുന്നവര്, ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടെ എത്തിച്ചു കൊടുക്കാൻ പാടുപെടുന്നവര്, അല്ലാഹുവേ, ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ദീനല്ലാത്തതൊന്നും ഞങ്ങൾ പറയുന്നില്ല റബ്ബേ. ഓരോ ദിവസവും അപ്ഡേറ്റഡായി ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താ ചൊല്ലേണ്ടത്, ഓതേണ്ടതെന്നറിയാൻ ഞങ്ങൾ പടച്ചവരെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ഇതിന്റെ പ്രവർത്തകര് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഈ പരിപാടി ഏറ്റെടുത്ത ഉമ്മത്തിനെ സഹായിക്കണേ പടച്ചവനെ. ഫലസ്തീനിൽ പടച്ചവരെ, അന്നം കിട്ടാതെ വെള്ളം കിട്ടാതെ കരയുന്ന പെടയുന്ന മക്കളെ അല്ലാഹുവേ, നീ സഹായിക്കണേ അല്ലാഹ്. നീ സഹായിക്കണേ അല്ലാഹ്. നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവരെ, മഴയുടെ കെടുതിയിൽ പെട്ടുപോയ എത്ര വീട്ടുകാര്, നാട്ടുകാര്, പടച്ചവരെ, അപകടത്തിലൊന്നും പെടുത്തല്ലേ അല്ലാഹ്. കഴിഞ്ഞ വർഷം വയനാട്ടിലെ വാർത്ത കൊണ്ട്
ഇപ്പോഴും മനസ്സിനകത്ത് വേദനയുടെ നോവിന്റെ മുറിപ്പാട് കിടക്കുകയാണ്. ആവർത്തനം വരല്ലേ അല്ല, ഒരു നാട്ടിലും ആവർത്തനം വരല്ലേ അല്ല. ഞങ്ങൾക്ക് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ ബിഹഖ് നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ് അസ്ഹാബിൽ ബദരിയീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. പലരും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച കബറിലാണ്. അവർക്ക് നീ ആദ്യം സ്വർഗം കൊടുക്കണേ റബ്ബേ. പടച്ചവരെ അപ്പാടും ആളെ പൊരുത്തല്ലാതെ ഒരു അമൽ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നറിയാം. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് പാവപ്പെട്ടവരാണ്, ഞങ്ങളെ സ്നേഹിക്കാനല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാത്ത സാധുക്കളാണ്. അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ല. പടച്ചവനെ സ്വഭാവദൂഷ്യം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അവിടെയൊക്കെ സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ പടച്ചവനെ. മക്കളില്ലാത്ത, വീടില്ലാത്ത, ജോലിയില്ലാത്ത, വാഹനമില്ലാത്തതിൻ്റെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരിന് അവർക്കൊക്കെ നീ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ റബ്ബേ. കച്ചവടങ്ങൾ, ഇടപാടുകൾ, ബിസിനസ്സുകൾ, കുടുംബങ്ങൾ, ബന്ധങ്ങൾ എല്ലാം ഖൈറാക്കണേ അല്ല. ഞങ്ങളുടെ മഹല്ലത്തിനെ വിജയിപ്പിക്കണേ പടച്ചവനെ. ലോക മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. മഗ്ഫിറത്ത് നൽകണേ അല്ല, മർഹമത്ത് നൽകണേ അല്ല. പടച്ചവനെ ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗം കണ്ണ് നിറച്ച് കണ്ട് വലക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് മുഅ്മിനീകൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. നാളത്തെ പ്രഭാതത്തിൽ അൻവാറെ ഫജർ എല്ലാവരും സജീവമായി ക്ലാസ് നിർത്തി. നമ്മുടെ കഴിഞ്ഞ ചാനലിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് കഫാക്ക് ഇസ്ലാമിക് ചാനലിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് വീണ്ടും മനോഹരമായി നമ്മൾ തുടങ്ങുന്നു. അൻവാറെ ഫജറിന്റെ ബാലൻസ് എപ്പിസോഡുകൾ അൽഹംദുലില്ലാഹ് നാളെ മുതൽ സന്തോഷത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വിഷമം വിചാരിക്കേണ്ട, നിങ്ങളുടെ ദുആ ഉണ്ടെങ്കിൽ അള്ളാന്റെ സഹായം ഉറപ്പാണ്. അള്ളാഹു സഹായിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം പറയാം. ഇന്നത്തെ രാത്രി ഒരുമിച്ച് കൂടി അവർക്ക് നന്ദി പറയാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.